ഹലോ ഫുഡീസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾക്കൊക്കെ കുട്ടിക്കാലത്ത് പ്രിയപ്പെട്ട ഒരു മിഠായി റെസിപ്പിയാണ്. പണ്ടൊക്കെ സ്കൂളിനടുത്തുള്ള പെട്ടിക്കടകളിലൊക്കെ 1 രൂപയ്ക്ക് 4 എണ്ണം വീതം കിട്ടുന്ന ഇതിൻ്റെ രുചി ആരും മറന്നിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതേയുള്ളൂ. എന്നാൽ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മിഠായി തയ്യാറാക്കാനായി ഞാൻ 100 ml നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം. 250 ml കപ്പിൻ്റെ അളവിലാണെങ്കിൽ ഒരു 1/2 കപ്പിൽ താഴെ. ഈ നെയ്യ് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ്. തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മൈദപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കട്ട പിടിച്ചിരിക്കുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് നല്ല ലൂസായിട്ട് വരും. ആ ഒരു ലൂസായിട്ട് വരുന്ന ഒരു സമയം വരെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മൈദപ്പൊടിയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒന്നും നമ്മുടെ ബർഫിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ തന്നെ തീ കുറച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ നേരത്തെ മൈദപ്പൊടി എടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിൽ കുറച്ച് എണ്ണ തൂവി ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ ബർഫിയുടെ മാവിന് ഈ ഗ്ലാസ് ബൗളിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. 15 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിതിവിടെ എല്ലാം സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. ആ പഴയ കാലത്തെ അതേ രുചിയിൽ തന്നെയാണ് കേട്ടോ ഈ ബർഫി നമുക്ക് കിട്ടുന്നത്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ബർഫി ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മിഠായി ആയിരിക്കും ഇതെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീണ്ടും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. Bye. Thank you.